പ്രതിഷേധ റാലി സംഘടിപ്പിക്കാനുള്ള പ്ലാനിലായിരുന്നു. അപ്പൊ അത് നമുക്കിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് അനുമതി കിട്ടിയില്ല. അതുകൊണ്ട് നമ്മളത് നടത്തുന്നില്ല. കാരണം പറഞ്ഞത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവഴി വരുന്നുണ്ട്. അപ്പൊ അത് റോഡ് സുരക്ഷയുടെ ഭാഗമായിട്ട് റാലി നടത്താൻ പറ്റില്ല. ജയ് ജയ് യുഎൻഎ, 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 ജയ് ജയ് യുഎൻഎ. നമ്മുടെ ഇന്നലെയാണല്ലോ നമ്മളിവിടെ ഈ സമരം സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? അപ്പൊ ഇന്നലത്തെ ഒരു ദിവസത്തെ നമ്മുടെ ഈ ഒരു സമരം കൊണ്ട് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടായോ? മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നിങ്ങളെ അപ്രോച്ച് ചെയ്യോ? എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ മാനേജ്മെന്റ് സൈഡിൽ നിന്ന് നമുക്ക് അപ്രോച്ച്മെന്റ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ HR ന്ന് വിളിച്ചിരുന്നു. പക്ഷെ അവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ അവർക്ക് ഒറ്റയ്ക്കായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അവരുടെ അസോസിയേഷനായിട്ട് തീരുമാനിച്ചിട്ട് നമ്മൾ ഇന്ന് വിവരം അറിയിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇന്നലത്തെ പോലെ തന്നെ പ്രതിഷേധം ഇന്നും തുടരുകയാണ്. അനിശ്ചിതകാലമാണെന്നുണ്ടെങ്കിൽ അനിശ്ചിതകാലം നമ്മൾ സമ്പൂർണ്ണ പണിമുടക്കിൽ തന്നെയാണ്. കേരളത്തിലെ എന്താ പറയുക, യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷന്റെ കീഴിൽ നടക്കുന്ന എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഈ സമരം തുടർന്നുകൊണ്ട് പോവുകയാണ്. ആരെങ്കിലുമൊക്കെ നമുക്ക് സപ്പോർട്ടായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സപ്പോർട്ട് സ്വീകരിക്കുന്നതാണ്. മാനേജ്മെന്റ് സൈഡിൽ നിന്ന് ഇതുവരെ ഒരു റിപ്പോർട്ടിംഗ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇന്നൊരു വൈകിട്ട് പ്രതിഷേധ റാലി സംഘടിപ്പിക്കാനുള്ള പ്ലാനിലായിരുന്നു. അപ്പൊ അത് നമുക്കിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് അനുമതി കിട്ടിയില്ല. അതുകൊണ്ട് നമ്മളത് നടത്തുന്നില്ല. കാരണം പറഞ്ഞത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവഴി വരുന്നുണ്ട്. അപ്പൊ അത് റോഡ് സുരക്ഷയുടെ ഭാഗമായിട്ട് റാലി നടത്താൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അഥവാ ഇന്നിപ്പോ നമുക്ക് ഒരു അനുകൂലമായ ഒരു അപ്രോച്ച് അല്ല മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ ഈ സമരം കണ്ടിന്യൂ ചെയ്യാൻ പോകാനാണ്. ഓക്കെ, ഇത് ഏകദേശം കേരളത്തിൽ എത്ര ഹോസ്പിറ്റലുകളിൽ ഉണ്ടെന്ന് പറയാം? 490 ഹോസ്പിറ്റലുകളിലാണ് UNA ഉള്ളത്. അതിലിപ്പോ ഒരു 300 സംതിങ് ഹോസ്പിറ്റലിൽ ധാരണയായിട്ടുണ്ട്. തൃശ്ശൂരുള്ള ഏകദേശം ഒരു ചെറുകിട ഹോസ്പിറ്റലിലെ എല്ലാത്തിലും അവര് സമ്മതിച്ച് കരാർ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് സാലറി കൂട്ടാൻ സമ്മതിച്ചിട്ടുണ്ട്. സമ്മതിച്ച് ഒപ്പിട്ട് കൊടുത്തു. ഓൾറെഡി കേരളത്തിൽ പല ഹോസ്പിറ്റലുകളിലും സാലറി കൂട്ടി കൊടുത്തു. ഇന്നലെ ഇപ്പൊ അനന്തപുരിയിലും തിരുവനന്തപുരം അനന്തപുരിയിലും SKയിലും ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കരാർ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ലിറ്റിൽ ഫ്ലവറിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടാവും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. കാരണം നമുക്ക് ജോലി പ്രധാനമാണ്. അതുപോലെ സമരം ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങള്, നമ്മുടെ എന്താ പറയാ, ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവരത് പരിഗണിക്കും, നമ്മളെ തിരിച്ചെടുക്കുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ ഈ വെയിലത്ത് ഇന്നലെ ഞാനിവിടെ വന്നപ്പോൾ നല്ല വെയിലത്തായിരുന്നു. ഇന്നും വെയിലിന് ഒരു കുറവും ഉണ്ടാവാൻ പോകുന്നില്ല. മേടമാസത്തിലെ വെയിലാണ്, നല്ല ചൂടുണ്ടാവും. ഏതെങ്കിലും സംഘടനകളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സപ്പോർട്ട്, വെള്ളമോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ എത്തിച്ചു തന്നിരുന്നോ? ഇന്ന് എത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സംഘടന. ഇന്നലെ ഒരാൾ നമുക്ക് സപ്പോർട്ട് ചെയ്ത് ഇത്തിരി ജ്യൂസും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് തന്നിരുന്നു. അപ്പൊ നമ്മള് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ സമരം മുമ്പോട്ട് തന്നെ സപ്പോർട്ട് ചെയ്താലും നമ്മളെന്തായാലും കരാർ ഒപ്പിട്ട് നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തന്നു കഴിഞ്ഞാൽ നമ്മളത് അവസാനിപ്പിച്ച് അന്ന് തന്നെ ജോലിക്ക് കയറും. അതാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പൊ നിങ്ങളുടെ ഈ ഒരു സമരം ഇത് നിങ്ങളുടെ മാത്രം സമരമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ ഇവിടുത്തെ ഓരോ വ്യക്തികളുടെയും സമരമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഗികളായി വരുന്നത് എല്ലാവരുമാണ്. അവിടെ അതിനകത്ത് കുഞ്ഞുങ്ങളുണ്ടാവും, അമ്മമാരുണ്ടാവും, അപ്പന്മാരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഞങ്ങൾക്ക് കിട്ടുന്ന രോഗികളിൽ ഞങ്ങൾ പാർഷ്യാലിറ്റി കാണിക്കാറില്ല. ഞങ്ങൾ ആരെയും ഒരു VIP കൺസിഡറേഷൻ അങ്ങനത്തെ ഒരു ഇതില്ല. ഞങ്ങൾക്ക് എല്ലാ രോഗികളും ഒരേപോലെ, നമ്മുടെ വീട്ടിലെ അംഗങ്ങളെ പോലെ നമ്മളത് അവരെ കണക്കാക്കുന്നു, നമ്മൾ പരിചരിക്കുന്നു. അവർ നന്ദിയോടെ 2 വാക്ക് പറയുന്നു, ചിലപ്പോൾ പറയുന്നില്ല. അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. നമ്മുടെ ജോലി ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്തിട്ട് പോവാണ് ചെയ്യുന്നത്. അതായത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ജോലിക്ക് നമുക്ക് കൂലി കിട്ടണം. പണ്ടത്തെ ആ ഒരു മാലാക വിളിപ്പേര് വെച്ചിരുന്നിട്ടൊന്നും ഇന്നത്തെ കാലത്ത് ജീവിതത്തിൽ നടക്കില്ല. വയറുന്നറിയില്ല. നമ്മുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള പോക്ക്. അതായത് സമ്പാദ്യം എന്ന് പറയുന്ന ഒരു സംഭവം നേഴ്സുമാർക്ക് ആർക്കും ഇല്ല. കേരളത്തിലെ നേഴ്സുമാർക്ക് ആർക്കും ഇല്ല. അപ്പൊ നമുക്ക് സമ്പാദ്യം വേണ്ട. നമുക്ക് അന്നാന്നുള്ള ചെലവുകള്, ഇപ്പൊ സാലറി 1-ാം തീയതിയാണ് വീഴുന്നതെങ്കിൽ നമുക്ക് ഒരു 20-ാം തീയതി ആകുമ്പോഴത്തേക്കും നമ്മുടെ ഫുൾ കാലിയാവുകയാണ്. അപ്പൊ നമ്മളെ എത്ര പിടിച്ചാലും നമുക്ക് സമ്പാദ്യം ഇല്ല. സമ്പാദ്യം വേണമെന്നില്ല, എങ്കിലും നമുക്ക് ജീവിക്കണം. അന്തസ്സായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ജീവിക്കണം. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് കേരളം സ്വർഗമെന്നാ പറയാ. അവർക്കിത് ഗൾഫാണ്. കാരണം ഒരു അന്യ സംസ്ഥാന തൊഴിലാളി ഇവിടെ വന്നു കഴിഞ്ഞാൽ അവനൊരു 1200 രൂപ ആവറേജ് സാലറി കിട്ടും. അവനൊന്നും പഠിക്കണ്ട, അവനൊന്നും അറിയണ്ട, അവന് ഫുഡും കിട്ടും. എക്സാക്ട്ലി. അതേസമയം നേഴ്സസ് എന്ന് പറഞ്ഞാൽ അവർ 3 വർഷം 4 വർഷം കഠിനാധ്വാനം ചെയ്ത് പഠിച്ച് ലോൺ എടുത്ത് ലക്ഷങ്ങൾ മുടക്കിയാണ് പഠിക്കുന്നത്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ജോലി കിട്ടുന്നത്. ആ ജോലിക്ക് പോലും ഇന്നലെ ഞാൻ അപ്പോളോയിൽ പോയിരുന്നു. അപ്പോളോയിലെ അവിടെ ഒരു നേഴ്സിനോട് പറഞ്ഞാൽ ഞങ്ങൾ ചോദിക്കുന്നത് 40,000 രൂപ. 40,000 കേൾക്കുമ്പോൾ ഒത്തിരി വലിയ എമൗണ്ട് ആണ്. പക്ഷെ അതൊന്ന് ഡിവൈഡ് ചെയ്താൽ 1333 രൂപയാണ്.
ഒരു 1333 രൂപയ്ക്കുള്ള വാല്യൂ പോലും കേരളത്തിലെ നഴ്സസിന് ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. അതെ അതെ, അതിനിപ്പോ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ 1250 രൂപയ്ക്ക് ഡെയിലി വേജസിന് അവിടെ സ്റ്റാഫ്മാരെ എടുക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അത് ന്യായമായ ഒരു കാര്യമാണോ? അതിലും അതായത് 1333 രൂപ തരാനില്ലാത്തവർക്ക് അവര് ഡെയിലി വേജസിന് 1250 രൂപ വെച്ച് ഒരാളെ വിളിക്കാന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഞങ്ങളോടുള്ള ഒരു അവഗണനയല്ലേ? അപ്പൊ ഞങ്ങൾ പരിഗണിക്കുന്നില്ല. ഏത് തരത്തിലായാലും സമരം എന്താ പറയാ പൊളിച്ചെടുക്കണം എന്നുള്ളതാണ്. സമരം വിജയിപ്പിക്കണം. അപ്പൊ എന്തായാലും നിങ്ങൾ ധൈര്യമായിട്ട് നിൽക്കാൻ ഞങ്ങളെപ്പോലുള്ള ആളുകൾ നിങ്ങളുടെ കൂടുതലുണ്ടാവും. തീർച്ചയായും ഇത് വിജയം കണ്ടേ മടങ്ങാവൂ. താങ്ക് യു ചേട്ടാ. ഓക്കെ.